മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടിരുന്നോന്ന് അറിയില്ല. അദ്ദേഹം കെ.സി. വേണുഗോപാലിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു. പേയ്മെന്റ് സീറ്റ് സംബന്ധിച്ച് അത് അദ്ദേഹത്തിന്റെ സംസ്കാരമായിരിക്കും എന്ന് മറുപടി പറഞ്ഞു. അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ പോലും അത് ടേക്കപ്പ് ചെയ്തില്ല. 200ഓളം ബാറുകൾക്ക് ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 5 വർഷമാണ് ക്ലാസിഫിക്കേഷൻ, 5 വർഷത്തേക്കാണ്. 5 വർഷം കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ പുതുക്കണം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പുതുക്കിയാൽ മാത്രമേ ലൈസൻസ് കൊടുക്കൂ. ഈ ഗവൺമെൻറ് കൊടുത്ത ബാറുകളുടെ എണ്ണം താങ്കൾക്ക് അറിയാമല്ലോ എത്രയാണെന്ന്. എത്രയോ താങ്കൾ ചർച്ച ചെയ്തിട്ടുള്ളതാണത്. അത്രയും ബാറുകൾ കൊടുത്ത് കേരളം മുഴുവൻ ബാറാക്കിയിട്ട് ആ ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ കൊടുത്തത് ഒരു രീതി ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പോലും കൊടുത്തില്ല. ഏത് ദിവസമാണ് അത് സംഭവിച്ചത്? ടൈം എക്സ്റ്റെൻഡ് ചെയ്തു, ബാറുകളുടെ സമയം എക്സ്റ്റെൻഡ് ചെയ്തു. അതേ ദിവസം തന്നെ ഇതൊരു 2 കൂടെ ഒന്നിച്ചുള്ളൊരു പാക്കേജാണ്. ഒരു ബാറിനെ ലൈസൻസ് പുതുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്വേഷിച്ച് നോക്കണം എത്രയാണ് അതിന് മാർക്കറ്റ് വാല്യൂ എന്ന്. അപ്പോൾ കോടികളുടെ അഴിമതി നടത്തിയത് ഞാൻ ആരോപിക്കുകയാണ്. പിന്നെ എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ DGPയുടെ കയ്യിൽ പെറ്റീഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, അന്വേഷിക്കട്ടെ. എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ കൊടുത്ത് ഒരു ചായ കുടിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുന്നവർക്കറിയാം. അദ്ദേഹം ഒരുപാട് ഫയലുകൾ നോക്കണം. കോവളം കൊട്ടാരത്തിൻ്റെ ഫയലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഞാൻ കാണിച്ചു കൊടുക്കാതെ എൻ്റെ ഡിസിഷൻസ്, ഞാൻ മന്ത്രിമാരായിരുന്നപ്പോൾ, കേരളത്തിലെ മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ ഡിസിഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ, ഈ ഗുരുതരമായ ആരോപണം പറയുമ്പോൾ എന്നെക്കുറിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞാൽ അദ്ദേഹം അന്വേഷിക്കട്ടെ. അതല്ല മറുപടി പറയേണ്ടത്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ടൂറിസം വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ നിർണ്ണയം കാത്തിരിക്കാതെ ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു? അത്ഭുതമൊന്നും സംഭവിക്കില്ലല്ലോ. ഒരു ലൈസൻസ് ഒരു മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ ഇലക്ഷന് മുമ്പ് ഈ 200 ബാറുകൾക്ക് ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതും അതുപോലെ തന്നെ സമയക്രമം മാറ്റിക്കൊടുത്തതും വൻ അഴിമതിയാണെന്നില്ല. എൻ്റെ കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? ഒളിച്ചോടുകയല്ല വേണ്ടത്, ധൈര്യമായിട്ട് മറുപടി പറയണം. അത് മറുപടി പറയുമ്പോൾ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയല്ല വേണ്ടത്. ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞേ പറ്റും. നാളെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ ഉന്നയിച്ച വാചകങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ താങ്ക് യു കെ.സി. ഒരുപാട് തിരക്കാണെന്ന് അറിയാം. അതിനിടയിലും ഞങ്ങളോടൊപ്പം ഇലക്ഷൻ ബസ്സിൽ വന്നതിന് വളരെ സന്തോഷം. ഒപ്പം വലിയ വിജയം നേടട്ടെ, തിരുവനന്തപുരത്തൊക്കെ കാണാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. തിരുവനന്തപുരത്ത് ഏത് സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ധൈര്യമായിട്ടിരുന്നു. ശരി.